ടീം സിക്ക് ലഭിക്കുന്നു 5 പോയിന്റ്. അടുത്തത് ടീം ഡിയോടാണ്. ഇസ്രായേൽ മക്കളിൽ ഒരുവൻ ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങുമ്പോൾ ന്യായമായും ആദ്യത്തെ എത്ര വർഷമാണ് തന്റെ യജമാനെ സേവിക്കേണ്ടത്? ചോദ്യം ആവർത്തിക്കുന്നു. ഇസ്രായേൽ മക്കളിൽ ഒരുവൻ ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങുമ്പോൾ ന്യായമായും ആദ്യത്തെ എത്ര വർഷമാണ് തന്റെ യജമാനെ സേവിക്കേണ്ടത്? 6 വർഷം സേവിക്കണം. ഉത്തരം 6 വർഷം എന്ന് പറഞ്ഞിരിക്കുന്നു. 6 വർഷം എന്നത് ശരിയായ ഉത്തരമാണ്. ടീം ഡിക്ക് ലഭിക്കുന്നു 5 പോയിന്റ്. ഈ റൗണ്ടിൽ ലഭിച്ച പോയിന്റ് വായിക്കുന്നു. എയും ബിയും പോയിന്റ് നേടിയിട്ടില്ല. സിക്ക് ലഭിച്ചിരിക്കുന്നു 5 പോയിന്റ്. ഡിക്ക് ലഭിച്ചിരിക്കുന്നു 10 പോയിന്റ്. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത റൗണ്ട് പാസ് ഓൺ റൗണ്ട് എന്ന പേരിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ റൗണ്ടിന്റെ പ്രത്യേകത പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ വ്യക്തിക്കും 2 ചോദ്യം വീതം ലഭിക്കുന്നതാണ്. ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ വേദപുസ്തകത്തിലെ പോലെ ക്വിസ് മാസ്റ്റർ ആവശ്യപ്പെടുന്ന രീതിയിൽ ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ 10 പോയിന്റ് ലഭിക്കും. ഇതിന് ഉത്തരം തെറ്റിയാൽ മൈനസ് മാർക്ക് ഇല്ല. എന്നാൽ ആ ടീമിന് ആ ഉത്തരം പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അടുത്ത ടീമിന് നിശ്ചിത സമയത്തിന് ശേഷം പാസ് ചെയ്യുന്നതായിരിക്കും. ആ പാസ് ലഭിക്കുന്ന ടീം ആ ഉത്തരം ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ, മുഴുവൻ ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ 8 പോയിന്റ് ലഭിക്കും. അല്ല, ആ ടീമിനും പറയാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത ടീമിന് പാസ് നൽകാം. പാസ് ലഭിക്കുന്ന ടീം അത് പറയാൻ ശ്രമിച്ച് ശരിയാക്കി കഴിഞ്ഞാൽ 6 പോയിന്റ്. അങ്ങനെ ഈ 2 പോയിന്റ് കുറഞ്ഞു വന്ന് അവസാനം അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിക്ക് 4 പോയിന്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നതായിരിക്കും. ഓരോ ടീമിനും ഈ 2 പുതിയ ചോദ്യങ്ങൾ ലഭിക്കും. പാസ് ലഭിക്കുന്ന എത്ര വേണമെങ്കിലും ലഭിക്കാം, അത് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. എന്നാൽ പുതിയ 2 ചോദ്യങ്ങൾ ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ വേണ്ടി ഓരോ ടീമിനും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ടീം എയോട് ചോദിക്കുന്നു. ആത്മാവിന്റെ ചിന്ത എന്തെല്ലാം? വാക്കിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. അക്ഷരത്തലല്ല. ടീം ബിക്ക് ആൻസർ ചെയ്യാം. ജീവനും സമാധാനവും എന്ന ഉത്തരം ശരിയാണ്. ടീം ബിക്ക് ലഭിക്കുന്നു 8 പോയിന്റ്. രണ്ടാമത്തെ ചോദ്യം ടീം ബിയോടാണ്. ലാബാന്റെ വീട്ടിൽ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടെന്നാണ് റിബേക്ക പറഞ്ഞത്? ലാബാന്റെ വീട്ടിൽ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടെന്നാണ് റിബേക്ക പറഞ്ഞത്? പാസ് സിക്ക് ലഭിക്കുന്നു. സി ആൻസർ ചെയ്യാം. വൈക്കോലും തീനും. ഒരു സ്ഥലം കൂടി പറയണം. ഒരു ഉത്തരം കൂടെ ഉണ്ട്. രാപാർക്കാൻ സ്ഥലവുമുണ്ട്. ഓക്കെ, ഉത്തരം വളരെ ശരിയാണ്. വൈക്കോൽ, തീൻ, രാപാർക്കാൻ സ്ഥലം. ടീം സിക്ക് ലഭിക്കുന്നു 8 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. മലങ്കാക്ക എപ്പോൾ വരെയാണ് നോഹയുടെ അടുക്കൽ വന്നും പോയും ഇരുന്നത്? മലങ്കാക്ക എപ്പോൾ വരെയാണ് നോഹയുടെ അടുക്കൽ വന്നും പോയും ഇരുന്നത്? ടീം സി ആണ് ഉത്തരം പറയേണ്ടത്. ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയത് വരെ. ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയത് വരെ എന്ന ഉത്തരം ഏകദേശം ശരിയാണ്. ടീം സിക്ക് ലഭിക്കുന്നു 10 പോയിന്റ്. ഭൂമിയിൽ വെള്ളം കുറയുന്നത് വരെ എന്ന ഉത്തരവാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ മാർക്ക് കൊടുക്കാവുന്നതാണ്. ടീം സിക്ക് ലഭിക്കുന്നു 10 പോയിന്റ്. അടുത്ത ടീം ഡിയോടാണ് ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം ബാബേലിൽ അവരുടെ ഭാഷ കലക്കിയത്? എന്തിനു വേണ്ടിയാണ് ദൈവം ബാബേലിൽ അവരുടെ ഭാഷ കലക്കിയത്? ജനമെല്ലാം ഒന്നുപോലെ പണിതു വന്നാൽ അവർ
ഒരേ ജാതിയായി ഒരേ വംശമായിട്ട് അവർ തീരുന്നു. അവര് ചെയ്യുന്നതൊക്കെ സാധിക്കും. അതുകൊണ്ട് അവരെ ഭാഷയെ ജാതിക്കൽക്കും. ടീം ഡി അത് ശരിയായിട്ട് ഉത്തരം പറഞ്ഞില്ല. ടീം എക്ക് ഉത്തരം പറയാം. അവര് ഒരുപോലെ പോയി കഴിഞ്ഞാൽ അത് ദൈവത്തിന് എതിരായി വരും എന്നുള്ളതുണ്ട്. ദൈവത്തെ തോൽപ്പിക്കും എന്നുള്ള ശരിയല്ല. ടീം ബിക്ക് ഉത്തരം ചെയ്യാം. പാസ്. ടീം സിക്ക് ഉത്തരം പറയാം. ഭൂമിയിൽ അവർ ചിതറിപ്പോകുന്നില്ല അത് കണ്ടിട്ട്. നിങ്ങൾ 4 പേരും പറഞ്ഞ ഉത്തരം ശരിയായി വന്നില്ല. ശരിയായ ഉത്തരം അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അവരെ ഭാഷ കലക്കിയത്. ഓക്കെ, ആദ്യത്തെ 4 ചോദ്യങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ചോദിക്കുന്നത് ടീം ഡിയിൽ നിന്നാണ്, റിവേഴ്സ് റൗണ്ടിലാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ടീം ഡിയോട്, അടുത്ത ചോദ്യം ടീം സി, അടുത്ത ബി, പിന്നെ എയിലായിട്ട് തിരിഞ്ഞു വരുന്നതായിരിക്കും. ഓക്കെ, ഈ ചോദ്യത്തിന് ആദ്യത്തെ റൗണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്പം കൂടെ ഒരു ലോങ് ആൻസർ പ്രതീക്ഷിക്കാം. അല്പം കൂടെ ക്ലാരിറ്റി ഉള്ള ആൻസർ വേണം തരാന്. എവിടെയും തൊള്ളാത്ത ആൻസർ പോരാ, അതിൽ എഴുതിയിരിക്കുന്ന എല്ലാ ഘടകങ്ങളും ചേർത്ത് വേണം ഇതിന് ആൻസർ തരാൻ. ചോദ്യം ഇതാണ്, ടീം ഡിയോടാണ്. അബ്രഹാം തന്റെ ഭാര്യയായ സാറായെ അടക്കിയത് എവിടെ? ഈ ചോദ്യത്തിന് 5 ഭാഗങ്ങളുണ്ട്. 5 ഭാഗവും പറഞ്ഞിരിക്കണം. അബ്രഹാം തന്റെ ഭാര്യയായ സാറായെ അടക്കിയത് എവിടെ? ഡിയോടാണ്. ബഹറിന്റെ മകൻ എഫ്രോനോട് മഴിച്ച ഹെബ്രോൻ എന്ന കിരിയത്തർബെ വെച്ച് മക്ബേല എന്ന സ്ഥലത്ത് അടക്കം ചെയ്തു. ഒന്നുകൂടി പറഞ്ഞാട്ട്. അബ്രഹാം എബ്രാന്റെ മകനായ ഹാമോറിനോട് സ്ഥലം മേടിച്ചിട്ട് ഹെബ്രോൻ എന്ന കിരിയത്തർബെ വെച്ച് സാറ മരിച്ചു. മക്ബേല എന്ന ഗുഹയിൽ അവളെ അടക്കം ചെയ്തു. ഉത്തരം പൂർണ്ണമായിട്ടില്ല. ടീം സി ആൻസർ ചെയ്യാം. ഹിത്തിനായ എഫ്രോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച നിലത്തിലുള്ള മക്ബേല എന്ന ഗുഹയിൽ സാറായെ അടക്കം ചെയ്തു. ഉത്തരം ശരിയായിട്ടില്ല. ടീം ബി ആൻസർ ചെയ്യാം. എഫ്രോനോട് 400 ശേക്കൽ വെള്ളി കൊടുത്തു വാങ്ങിയ മക്ബേല ഗുഹയിൽ അടക്കം ചെയ്തു. ടീം എക്ക് ഉത്തരം പറയാം. സോഹറിന്റെ മകനായ എഫ്രോനിൽ നിന്നും അബ്രഹാം 400 വെള്ളിക്കാശ് കൊടുത്ത് വാങ്ങിച്ച മക്ബേല എന്ന ഗുഹയിൽ അടക്കം ചെയ്തു. നിങ്ങൾ ആരും പറഞ്ഞ ഉത്തരം പൂർണ്ണമായും ശരിയായിട്ടില്ല. പൂർണ്ണമായ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രയ്ക്കരികുള്ള മക്ബേല നിലത്തിലെ ഗുഹയിൽ, ഇതാണ് ശരിയായ ഉത്തരം. അത് ഇത്രയും 5 ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ചെറിയ ഉത്തരം ഉള്ളത് പരിഗണിച്ച് എല്ലാവർക്കും ഈ 2 പോയിന്റ് ഇതിൽ നൽകുന്നതാണ്. എല്ലാ ടീമിനും ഈ 2 പോയിന്റ് ഇതിൽ നൽകുന്നതാണ്. നിങ്ങൾ പറഞ്ഞത് ഉത്തരത്തിലെ ചെറിയ ഘടകങ്ങൾ അനുസരിച്ച് ഈ 2 പോയിന്റ് എല്ലാ ടീമിനും നൽകുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കേണ്ടതാണ്. അത് ഒന്ന് ക്വിസ് മാസ്റ്ററോ അല്ലെങ്കിൽ സ്ക്രീനിൽ തന്നെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം സിയോടാണ്. ഫറവോൻ യോസഫിനെ മിസ്രൈമിന്റെ മേലധികാരിയാക്കിയപ്പോൾ അവന് വേണ്ടി നൽകിയത് എന്ത്, അല്ലെങ്കിൽ അവനെ ധരിപ്പിച്ചത് എന്തല്ല? ഫറവോൻ യോസഫിനെ മിസ്രൈമിന്റെ മേലധികാരിയാക്കിയപ്പോൾ അവന് വേണ്ടി നൽകിയത്, അല്ലെങ്കിൽ അവനെ ധരിപ്പിച്ചത് എന്തെല്ലാമാണ്? ടീം സിക്ക് ഉത്തരം പറയാം. ഫറവോൻ തന്റെ മുദ്രമോതിരം യോസഫിനെ അണിയിച്ചു, വിശേഷമായ വസ്ത്രം ധരിപ്പിച്ചു, സ്വർണ സരപ്പിളി യോസഫിന് കൊടുത്തു. ഓക്കെ, ടീം ബിക്ക് ആൻസർ പറയാം. ഉത്തരം പൂർണ്ണമായില്ല. ടീം ബി ഉത്തരം പറയാം. ടീം ബിയുടെ റെസ്പോൺസ് ഇല്ല. ടീം എക്ക് ഉത്തരം പറയാം.
ടീം സ്റ്റക്കായി എക്ക് ഉത്തരം പോയതാണ്. പറയാം. ടീം എക്ക് ഉത്തരം പറയാം. ടീം എ കേൾക്കുന്നുണ്ടോ? സ്ട്രക്കായി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ടീം എക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. ടീം ഡിക്ക് ഉത്തരം പറയാം. മുദ്രമോതിരം കയ്യിലിട്ടു, നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു, സ്വർണ്ണ സരപ്പളി കഴുത്തിലിട്ടു, 2-ാം രഥത്തിൽ കയറ്റി. ഓക്കെ, ഡി പറഞ്ഞ ഉത്തരമാണ് വളരെ ശരിയായിട്ടുള്ളത്. ഡിക്ക് ലഭിക്കുന്നു 4 പോയിന്റ്. എന്നാൽ ടീം സി ആദ്യത്തെ റൗണ്ടിൽ തന്നെ ആദ്യത്തെ ഫ്രഷ് ചോദ്യങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞത് കൊണ്ട് ടീം സിക്ക് മുഴുവൻ പോയിന്റ് ലഭിക്കുന്നില്ല. ടീം സിക്ക് ഏകദേശം 6 പോയിന്റ് അവിടെ ലഭിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ബിയും എയും മൈക്ക് അൺമ്യൂട്ട് ചെയ്താട്ട്. ബിയും എയും മൈക്ക് അൺമ്യൂട്ട് ചെയ്താട്ട്. ബിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ബിക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ ചോദ്യം എയോട് ചോദിക്കുന്നു. ബിക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. ടീം എയോട് ചോദിക്കുന്നു. യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് തിരികെ വരുമ്പോൾ ബഥേലിൽ ചെയ്തത് എന്തെല്ലാം? ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് തിരികെ വരുമ്പോൾ ബഥേലിൽ അല്ലെങ്കിൽ ലൂസിൽ ചെയ്തത് എന്തെല്ലാം? 3 കാര്യമുണ്ട്. 3 കാര്യമാണ് പറയേണ്ടത്. തിരികെ വരുമ്പോൾ, അപ്പന്റെ ഭവനിലേക്ക് തിരികെ പോകുമ്പോൾ ചെയ്തത് എന്തെല്ലാം? ഏശാവിന് വേണ്ടുന്നതായ സമ്മാനങ്ങൾ മുൻപ് ദാസന്മാരുടെ കയ്യിൽ കൊടുത്തു വിടുന്നു. പിന്നീട് തന്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും ഓർഡറായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് മുന്നായി അതിന് പിന്നായിട്ട് നമ്മുടെ യാക്കോബും സംഘവും യാത്ര ചെയ്യുന്നു. ഓക്കെ, ടീം എയുടെ ഉത്തരം ശരിയായില്ല. ടീം ഡിക്ക് ആൻസർ ചെയ്യാം. ബഥേലിൽ നിന്ന് വന്ന് ലൂസ് എന്ന പട്ടണത്തില് ഒരു യാഗപീഠം പണിതു, യാഗം കഴിച്ചു. തലേണയെ വെച്ച കല്ലെടുത്ത് ഒരു തൂണാക്കി നിർത്തി പ്രാർത്ഥിച്ചു. ഓക്കെ, ടീം ഡിയുടെ ഉത്തരം ശരിയായിട്ടില്ല. ടീം സിക്ക് ആൻസർ ചെയ്യാം. യാക്കോബ് തന്റെ സഹോദരനായ ഏശാവിന് സമ്മാനങ്ങൾ കൊടുത്തയച്ചു. എന്നിട്ട് ദാസിമാരെയും മക്കളെയും തന്റെ ഭാര്യമാരെയും മക്കളെയും ക്രമമായി അറേഞ്ച് ചെയ്തു. എന്നിട്ട് യാബോക്ക് കടവില് ദൈവപുരുഷനുമായി മല്ല് പിടിച്ചു. അവിടെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു. ഓക്കെ, ടീം ബിക്ക് ആൻസർ ചെയ്യാം. ബി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? ബിയുടെ റെസ്പോൺസ് കിട്ടുന്നില്ല. ചോദ്യത്തിന്റെ ഉത്തരം 3 പേരും അത് ശരിയായി പറഞ്ഞില്ല. അത് ആൻസർ ഇതാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞു, യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് തിരികെ വരുമ്പോൾ ചെയ്ത കാര്യം എന്താന്ന്. ഇവിടെ പറഞ്ഞ ഈ കാര്യമാണ്. അവൻ തന്നോട് സംസാരിച്ചിടത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി, അതിന്മേൽ ഒരു പാനീയാഗം ഒഴിച്ചു, എണ്ണയും പകർന്നു. ഇവിടെ നിങ്ങൾ ആരോ ഒരാൾ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തലയണായിൽ വെച്ച കല്ല് ആ സമയത്ത് അവന് കിട്ടുക. തലയണായിൽ വെച്ച കല്ല് അവൻ അങ്ങോട്ട് പോയപ്പോഴാണ് ആ കല്ല് അവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കൽത്തൂൺ നാട്ടിയെന്ന് മാത്രമേ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 20 വർഷം മുമ്പ് തലയണായി വെച്ച കല്ല് അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എനിവേ, ഒരു കൽത്തൂൺ നാട്ടിയെന്നും അതിന്മേൽ ഒരു പാനീയാഗം ഒഴിച്ചെന്നും അത് എണ്ണയും പകർന്നെന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഇത് ബഥേലിൽ വെച്ച് ചെയ്ത കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതാണ് ശരിയായ ഉത്തരം. ഈ റൗണ്ടിൽ ആർക്കും പോയിന്റ് ലഭിക്കുന്നില്ല. ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് ടീം ബിയോടുള്ള ചോദ്യമാണ്. ടീം ബി ലൈനിൽ കാണുന്നില്ല. അതുകൊണ്ട് ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്.
ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ഈ റൗണ്ടിൽ ലഭിച്ച പോയിന്റ് നിലവാരം, പാസ് ഓൺ റൗണ്ടിൽ ലഭിച്ച പോയിന്റ് നിലവാരം ഇവിടെ ഓർപ്പിക്കുന്നു. ടീം എക്ക് ലഭിച്ചു 2 പോയിന്റ്, ടീം ബിക്ക് ലഭിച്ചു 8 പോയിന്റ്, ടീം സിക്ക് ലഭിച്ചു 26 പോയിന്റ്, ടീം ഡിക്ക് ലഭിച്ചു 6 പോയിന്റ്. ടീം ബിക്ക് 10 പോയിന്റ് ആണ്. 1 പോയിന്റ് വായിക്കുന്നു. ടീം എ 2 പോയിന്റ്, ടീം ബി 10 പോയിന്റ്, ടീം സി 26 പോയിന്റ്, ടീം ഡി 6 പോയിന്റ്. ഓക്കെ, ഈ പാസ് ഓൺ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ടീം ബി ജോയിൻ ചെയ്യുന്നുണ്ടോ? ടീം ബി ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്താണ്ട്. ജോയിൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ അൺമ്യൂട്ട് ചെയ്താൽ മതി. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് മടങ്ങി വരാം. ബി ജോയിൻ ചെയ്തിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്താൽ മതി. അൺമ്യൂട്ട് ആയിട്ടുണ്ട് ബി. സംസാരിച്ചേ. ഡാർവിൻ കേൾക്കുന്നുണ്ടോ? ശരിക്കും ക്ലിയർ ആവുന്നില്ല. കേൾക്കുന്നുണ്ട്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് രണ്ടാമത് മടങ്ങി വരാം. സൗണ്ട് വരുന്നില്ലല്ലോ. ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം, താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം, താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. തെറ്റായെന്ന് വിശ്വസിക്കുന്നു. ടീം ബി ചോദ്യങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ ഫസ്റ്റ് റൗണ്ടിന്റെ പ്രത്യേകത പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു ചോദ്യത്തിന് നാല് സൂചനകൾ ഉള്ള ഓരോ ചോദ്യങ്ങളാണ് ഓരോരുത്തരോട് ചോദിക്കുന്നത്. ഈ ചോദ്യം വ്യക്തിപരമായിരിക്കുന്നില്ല, കോമൺ ആയിരിക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ചോദ്യം കോമൺ ആയിരിക്കും. ആദ്യത്തെ സൂചനയ്ക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 പോയിന്റ് ലഭിക്കും. നിങ്ങൾ പറയാൻ ശ്രമിച്ച ഉത്തരം തെറ്റിപ്പോയാൽ നിങ്ങളുടെ 10 പോയിന്റ് ഇതുവരെ ലഭിച്ചിരുന്നത് നഷ്ടമാകും. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ആദ്യത്തെ സൂചനയ്ക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോവുകയാണെങ്കിൽ 10 പോയിന്റ് നഷ്ടമാകും. ഉത്തരം ശരിയാണെന്നുണ്ടെങ്കിൽ 40 പോയിന്റ് ലഭിക്കും. ഒരു വ്യക്തിക്ക് ഒരു ചോദ്യത്തിന്, അതായത് ഒരു ക്ലൂവിനല്ല, ഒരു ചോദ്യത്തിന് 2 പ്രാവശ്യം മാത്രമേ റെസ്പോണ്ട് ചെയ്യാൻ അനുവാദമുള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ചോദ്യത്തിൽ 4 സൂചനകൾക്കുള്ളിൽ 2 പ്രാവശ്യം മാത്രമേ റെസ്പോണ്ട് ചെയ്യാൻ അനുവാദമുള്ളൂ. ഒരു സൂചനയ്ക്ക് 2 പേര് മാത്രമേ ഉത്തരം പറയാൻ അനുവാദമുള്ളൂ. കാരണം കൂടുതൽ പേര് അത് പറഞ്ഞ് തെറ്റുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാവരുടെയും മാർക്ക് മൈനസ് ആകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് 2 പേർക്ക് വേണ്ടി മാത്രമായി അത് നിജപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ തീരുമാനിക്കുക, ഓരോ കണ്ടസ്റ്റന്റും തീരുമാനിക്കുക ആര് വേണം ഉത്തരം പറയണം. അത്രമാത്രം കോൺഫിഡൻസ് ഉള്ളവർ മാത്രം അതിൽ ഉത്തരം പറയുക. ഉത്തരം പറഞ്ഞ് തെറ്റിപ്പോയാൽ നിങ്ങളുടെ 10 മാർക്ക് നഷ്ടമാകും. ഒന്നാമത്തെയും രണ്ടാമത്തെയും സൂചനയ്ക്ക് നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് 10 മാർക്ക് നഷ്ടമാകും. മൂന്നാമത്തെയും നാലാമത്തെ സൂചനയ്ക്ക് നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോവുകയാണെങ്കിൽ 5 മാർക്ക് വീതമായിരിക്കും നഷ്ടമാകുന്നത്. ആദ്യത്തെ സൂചനയ്ക്ക് ശരി ഉത്തരം പറയുകയാണെങ്കിൽ 40 പോയിന്റ്, രണ്ടാമത്തെ സൂചനയ്ക്ക് അതിന് ശരി ഉത്തരം പറയാൻ കഴിഞ്ഞെങ്കിൽ 30 പോയിന്റ്, മൂന്നാമത്തെ സൂചനയ്ക്ക് ശരി ഉത്തരം പറയാൻ കഴിഞ്ഞതെങ്കിൽ 20 പോയിന്റ്, നാലാമത്തെ സൂചനയ്ക്ക് ആ ശരി ഉത്തരം പറയാൻ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ് എന്ന നിലയിലായിരിക്കും നിങ്ങൾക്ക് ഉത്തരം സ്കോർ ചെയ്യാൻ കഴിയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ടീം ബി മടങ്ങി വന്നിട്ടുണ്ട്. ടീം ബിക്ക് ഇവിടെ ഈ റൗണ്ട് മുതൽ തുടർന്ന് പങ്കെടുക്കാവുന്നതാണ്. ടീം ബി അൺമ്യൂട്ട് ചെയ്താട്ട്. അൺമ്യൂട്ട് ചെയ്ത്. ഓക്കെ, ടീം ബിക്ക് പറയുന്നത് കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓക്കെ, എല്ലാവരും കേൾക്കാമോ? ഒരേപോലെ കേൾക്കാം കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഞാൻ ആരെന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഒരു വ്യക്തി സൂചന ഇവിടെ നൽകും. ആദ്യത്തെ സൂചന ഇതാണ്. ശ്രദ്ധിക്കുക, ആ ഉത്തരം അറിയാവുന്ന ടീം ബിയുടെ പുറകിലുള്ള ആൾ മാറിയാട്ടെ ദയവായി. ഉത്തരം അറിയാവുന്നവർ ആദ്യം ഉത്തരം വിളിച്ചു പറയല്ല. നിങ്ങൾ കൈ പൊക്കണം. നിങ്ങൾ കൈ പൊക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണാം. ആദ്യം പൊക്കുന്ന ആൾക്ക് ആദ്യം അവസരം ലഭിക്കും എന്ന നിലയിലാണ് ഇവിടെ ഉത്തരം പറയാനുള്ള അവസരം ലഭിക്കുന്നത്. ഓക്കെ, ഈ ക്ലൂവിന് 2 പേർക്ക് മാത്രമായിരിക്കും ആദ്യം ഉയർത്തി കാണിക്കുന്ന 2 പേർക്ക് മാത്രമായിരിക്കും ഉത്തരം പറയാനുള്ള അവസരം ലഭിക്കുക. സൂചന വായിക്കുന്നു. എനിക്ക് 2 സഹോദരന്മാരുണ്ട്. അപ്പൻ ഒന്നാണെങ്കിലും അമ്മമാർ വ്യത്യസ്തരാണ്. അവരുടെ പേരുകൾ തമ്മിലൊരു സാമ്യമുണ്ട്. എന്റെ പേരിന് 2 ഭാഗവുമുണ്ട്. സൂചന ആവർത്തിക്കുന്നു. എനിക്ക് 2 സഹോദരന്മാരുണ്ട്. അപ്പൻ ഒന്നാണെങ്കിലും അമ്മമാർ വ്യത്യസ്തരാണ്. അവരുടെ പേരുകൾ തമ്മിൽ ഒരു സാമ്യമുണ്ട്. എന്റെ പേരിന് 2 ഭാഗമുണ്ട്. ആർക്കെങ്കിലും ഉത്തരം അറിയാമോ? ഉത്തരം പറയാൻ ശ്രമിക്കാം. ശരിയായ 40 പോയിന്റ്, തെറ്റിപ്പോയാൽ 10 പോയിന്റ് നഷ്ടമാകും. അതുകൊണ്ട് ഇതുവരെ സ്കോർ ചെയ്ത പോയിന്റ് ഉത്തരം അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷണത്തിൽ തയ്യാറായി നിങ്ങൾ അത് നഷ്ടമാക്കരുത്. മുഴുവനായി അറിയാമെന്നുണ്ടെങ്കിൽ ഏകദേശം ഉത്തരം ലഭിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യുകയും ചെയ്യാം. 40 പോയിന്റ് ലഭിക്കുകയും ചെയ്യും. ഞാൻ ഒന്നുകൂടെ സൂചന വായിക്കാം. എനിക്ക് 2 സഹോദരന്മാരുണ്ട്. അപ്പൻ ഒന്നാണെങ്കിലും അമ്മമാർ വ്യത്യസ്തരാണ്. അവരുടെ പേരുകൾ തമ്മിലൊരു സാമ്യമുണ്ട്. എന്റെ പേരിന് 2 ഭാഗവുമുണ്ട്. നിങ്ങൾ ഒന്നാമത്തെ സൂചന ഉത്തരം പറയാൻ കഴിയത്തില്ല എന്ന് കരുതിക്കൊണ്ട് രണ്ടാമത്തെ സൂചനയിലേക്ക് കിടക്കുന്നു. എനിക്കും എന്റെ സഹോദരന്മാർക്കും തൊഴിൽ അല്ലെങ്കിൽ ജോലി ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. ടീം ഡി റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു. മറ്റാർക്കും റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ടീം ഡി റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു. മറ്റാർക്കും ഇല്ലാത്തതുകൊണ്ട് ടീം ഡിക്ക് ഉത്തരം പറയാൻ ശ്രമിക്കാം. യാവാനി യൂബാൻ. ഉത്തരം തെറ്റാണ്. ടീം ഡിയുടെ 10 പോയിന്റ് നഷ്ടമായിരിക്കുന്നു. -10. അടുത്ത സൂചനയിലേക്ക് ഞാൻ വരികയാണ്. എന്റെ പേരിന്റെ രണ്ടാമത്തെ ഭാഗം, എന്റെ പേരിന് 2 ഭാഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്റെ പേര് രണ്ടാമത്തെ ഭാഗം എന്റെ 5 തലമുറയ്ക്ക് ജീവിച്ചിരുന്ന ഒരുവന്റെ പേരാണ്. എന്റെ പേരിന് രണ്ടാമത്തെ ഭാഗം എന്റെ 5 തലമുറയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരുവന്റെ പേരാണ്. ആർക്കെങ്കിലും ഉത്തരം പറയാൻ കഴിയുമോ?
അടുത്ത ക്ലൂവിലേക്ക് കടക്കുന്നു. 3 ക്ലൂവിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. 4ാമത്തെ ക്ലൂ, വേദപുസ്തകത്തിലെ പ്രത്യേക വിഷയത്തിൽ എന്റെ പിതാവ് ചരിത്രം കുറിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ഒരു പ്രത്യേക വിഷയത്തിൽ എന്റെ പിതാവ് ചരിത്രം കുറിച്ചിട്ടുണ്ട്. ആദ്യത്തെ ദിഫാര്യൻ എന്ന റെക്കോർഡ് എന്റെ പിതാവിനാണ്. ഇതിലുള്ള ക്ലൂകൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. എനിക്ക് 2 സഹോദരന്മാരുണ്ട്. എന്റെ അപ്പൻ ഒന്നാണെങ്കിൽ ഈ വിഷയത്തിൽ അമ്മമാർ വ്യത്യസ്തരാണ്. അവരുടെ പേരുകൾ തമ്മിൽ ഒരു സാമ്യമുണ്ട്. എന്റെ പേരിന് 2 ഭാഗമുണ്ട്. എനിക്കും എന്റെ സഹോദരന്മാർക്കും തൊഴിലുണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. എന്റെ പേരിന്റെ 2ാമത്തെ ഭാഗം എന്റെ 5 തലമുറയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരുവന്റെ പേരാണ്. വേദപുസ്തകത്തിൽ ടീം ഡി റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു. വേദപുസ്തകത്തിൽ പ്രത്യേക വിഷയത്തിൽ എന്റെ പിതാവ് ചരിത്രം കുറിച്ചിട്ടുണ്ട്. അതായത് ആദ്യത്തെ ദിഫാര്യൻ എന്ന റെക്കോർഡ് എന്റെ പിതാവിനാണ്. ടീം ഡി റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു. ടീം ഡിക്ക് ഉത്തരം പറയാം. 3ാമത്തെ ക്ലൂ ഒന്നുകൂടെ വായിച്ചേ. എന്റെ പേരിന്റെ 2ാമത്തെ ഭാഗം എന്റെ 5 തലമുറയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരുവന്റെ പേരാണ്. ഉത്തരം ടീം ഡി പറഞ്ഞ ഉത്തരം ശരിയാണ്. 4ാമത്തെ ക്ലൂവിന് ഉത്തരം നൽകി 10 പോയിന്റ് നേടിയിരിക്കുന്നു. അതായത് നഷ്ടമാക്കിയ പോയിന്റ് തിരികെ നേടിയിരിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുത്ത ടീം ഡിക്ക് വേണ്ടി. ഓക്കെ, വളരെ ശ്രദ്ധിച്ച ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലഭിച്ച പോയിന്റോട് നഷ്ടമാകും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ഉത്തരം പറയാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം അതിലേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യവും ഞാൻ ആര് എന്ന ഒരു വ്യക്തിയെ പറ്റിയുള്ള ചോദ്യമാണ്. ആരാണെന്ന് വളരെ ശ്രദ്ധിച്ച് ഉത്തരം പറയുവാൻ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞാനൊരു പുരുഷ കഥാപാത്രമാണ്. ഞാൻ ജനിക്കുമ്പോൾ കനാൻ നാട്ടിൽ എന്റെ സ്വന്തക്കാർ ആരുമില്ലായിരുന്നു. ഒരു വീട്ടിലെ സ്ത്രീകൾ ഉൾപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ക്ലൂ വായിക്കാം. ഞാനൊരു പുരുഷ കഥാപാത്രമാണ്. ഞാൻ ജനിക്കുമ്പോൾ കനാൻ നാട്ടിൽ എന്റെ സ്വന്തക്കാർ ആരുമില്ലായിരുന്നു. ഒരു വീട്ടിലെ സ്ത്രീകൾ ഉൾപ്പെട്ട പ്രശ്നത്തിൽ ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. ടീം എ, ബി, സി, ഡി 4 ടീമിന് ഉത്തരം പറയാൻ കഴിയുമോ? ഉത്തരം പറയാൻ ശ്രമിക്കുന്നു. ഏത് കാലഘട്ടം എന്നതിൽ സൂചന ലഭിക്കുന്നുണ്ട്. ആരാണെന്നുള്ള സൂചന വരെ വളരെ കൃത്യമായിട്ട് അതിലുണ്ട്. നിങ്ങൾ ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലൂവിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്ലൂ ഇതാണ്. ആ ഭവനത്തിലെ ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ ഭവനത്തിലെ ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നു. 3ാമത്തെ ക്ലൂവിലേക്ക് കടക്കുന്നു. എന്റെ ഭാര്യയ്ക്ക് 6 സഹോദരിമാരുണ്ടായിരുന്നു. അതായത് ഈ ഭാര്യ ഉൾപ്പെടെ 7 പെൺമക്കളാ വീട്ടിലുണ്ടായിരുന്നതിന്റെ അർത്ഥം. 1ാമത്തെ ക്ലൂ, ഞാനൊരു പുരുഷ കഥാപാത്രമാണ്. ജനിക്കുമ്പോൾ കനാൻ നാട്ടിൽ എന്റെ സ്വന്തക്കാർ ആരുമില്ലായിരുന്നു. ഒരു വീട്ടിലെ സ്ത്രീകൾ ഉൾപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. ആ ഭവനത്തിലെ ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. 3ാമത്തെ ക്ലൂ, എന്റെ ഭാര്യയ്ക്ക് 6 സഹോദരിമാരുണ്ടായിരുന്നു. നിങ്ങൾക്ക് 3 ക്ലൂവിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്ന് ശ്രമിക്കുന്നു. 4ാമത്തെ ക്ലൂ ഇതാണ്. ആ ഭവനത്തിലെ ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക പദവി ഉണ്ടായിരുന്നു. ആ ഭവനത്തിലെ നായകന് ഒരു പ്രത്യേക പദവി ഉണ്ടായിരുന്നു. ആ ഭവനത്തിലെ നായകൻ ഒരു പുരോഹിതൻ ആയിരുന്നു. ഞാനാരെന്നുള്ളതാണ് ചോദ്യം. ടീം സി റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു. ടീം സിക്ക് ഉത്തരം പറയാം. മോശ.
നാലാമത്തെ ക്ലൂവിന് വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. സി, മോശ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മോശ എന്ന വളരെ ശരിയായ ഉത്തരമാണ്. ടീം സിക്ക് ലഭിക്കുന്നു 10 പോയിന്റ്. കയ്യിൽ കൊടുത്താട്ടെ. കാരണം ആദ്യത്തെ ക്ലൂ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ഉണ്ടായിരുന്നു. ഞാൻ ജനിക്കുമ്പോൾ കനാൻ നാട്ടിന്റെ സ്വന്തം, അതായത് ഈ വ്യക്തി ജനിക്കുമ്പോൾ കനാൻ നാട്ടിൽ ആരുമില്ലായിരുന്നു, അവരെല്ലാം ഇസ്ലാമിലാണെന്നുള്ളതാണ് എന്റെ സൂചന. അത് ലഭിക്കുമ്പോൾ തന്നെ ചിന്തിക്കാം മോശയായിരിക്കാമെന്നും. അപ്പോൾ തന്നെ ഒരു വീട്ടിലെ സ്ത്രീകൾ ഉൾപ്പെട്ട പ്രശ്നത്തെ ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിലേക്ക് ഓടി വരാം. പിന്നെ ആ വീട്ടിലെ സ്ത്രീയെ വിവാഹിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സംഭവത്തിലേക്ക് ഒന്ന് അടുക്കുന്നു. മോശയുടെ ഭാര്യക്കാർ സഹോദരിമാരുണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഉത്തരം നമ്മൾ കണ്ടെത്തുന്നു. ഉത്തരം മോശ. ടീം സിക്ക് ലഭിക്കുന്നു 10 പോയിന്റ്. അടുത്ത ചോദ്യം ഒരു വസ്തുവിനെ പറ്റിയുള്ള ചോദ്യം. വസ്തു. ഒന്നാമത്തെ ക്ലൂ ഇതാണ്. പഴയ നിയമത്തിൽ മാത്രം കാണുന്ന ഒരു വസ്തുവാണ് ഞാൻ. എനിക്ക് ജീവനില്ല. എന്റെ പേരിന് 4 അക്ഷരമുണ്ട്. രക്തവുമായി ബന്ധപ്പെടുത്തി പുറപ്പാട് പുസ്തകത്തിൽ എന്നെ കാണാൻ കഴിയും. ഞാൻ ഒന്നുകൂടി വായിക്കുന്നു. പഴയ നിയമത്തിൽ മാത്രം കാണുന്ന ഒരു വസ്തുവാണ് ഞാൻ. എനിക്ക് ജീവനില്ല. എന്റെ പേരിന് 4 അക്ഷരമുണ്ട്. രക്തവുമായി ബന്ധപ്പെടുത്തി പുറപ്പാട് പുസ്തകത്തിൽ എന്നെ കാണാൻ കഴിയും. ഈ എ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു. ഈ ആർക്കെങ്കിലും റെസ്പോണ്ട് ചെയ്യാനുണ്ടോ? ഓക്കെ, ടീം എക്ക് ആൻസർ പറയാം. യാഗപീഠം. അല്ല, കാരണം പുതിയ നിയമത്തിൽ യാഗപീഠത്തെ പറ്റി പറയുന്നുണ്ട്. ടീം എക്ക് പഴയതിൽ മാത്രം കാണുന്ന വസ്തു എന്ന് പറഞ്ഞു. അന്നേരം ടീം എക്ക് 10 പോയിന്റ് നഷ്ടമാകുന്നു. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ക്ലൂയിലേക്ക് കടക്കുന്നു. മണ്ണുകൊണ്ടോ ലോഹം കൊണ്ടോ തുകൽ കൊണ്ടോ അല്ല ഞാൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മണ്ണുകൊണ്ടോ ലോഹം കൊണ്ടോ തുകൽ കൊണ്ടോ അല്ല ഞാൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ക്ലൂവിലും ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ക്ലൂവിലേക്ക് വരുന്നു. മറ്റുള്ള വസ്തുക്കളെ സൂക്ഷിച്ചു വെക്കുവാൻ, പ്രത്യേകിച്ച് ദ്രാവക വസ്തുക്കളെ സൂക്ഷിച്ചു വെക്കുവാൻ എന്നെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കപ്പെടുന്നു. മറ്റുള്ള വസ്തുക്കളെ ദ്രാവക വസ്തുക്കളെ സൂക്ഷിച്ചു വെക്കുവാൻ ഉപയോഗിക്കപ്പെടുന്നു. ടീം എ പിന്നെയും ആദ്യത്തെ ക്ലൂ എന്താ പറഞ്ഞ? പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നോ? പഴയ നിയമത്തിൽ മാത്രം കാണുന്ന ഒരു വസ്തുവാണ് ഞാൻ. പഴയ നിയമത്തിൽ മാത്രം കാണുന്ന ഒരു വസ്തുവാണ് ഞാൻ. പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാൻ ലഭിച്ച ഈ പാഠഭാഗത്ത്. ഓക്കെ, നാലാമത്തെ ക്ലൂയിലേക്ക് വരുന്നു. ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ, അതായത് നമുക്ക് തന്നിരിക്കുന്ന പാഠ്യഭാഗം ഒഴികെ ചില ഭാഗത്ത് ഞാനുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു ബാധയിൽ എന്റെ സാന്നിധ്യം കാണുവാൻ കഴിയും. ടീം എ പിന്നെയും റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. ഉത്തരം പറയാനുള്ള ധൈര്യത്തോടു കൂടി. ഉത്തരം കേട്ടില്ല. കൽപാത്രം, മൺപാത്രം, കൽപാത്രം എന്ന് പറയും. വെള്ളം വ്യക്തമായപ്പോൾ എന്തോ മൺപാത്രം. മൺപാത്രം എന്ന ഉത്തരം തെറ്റാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, മണ്ണുകൊണ്ടോ ലോഹം കൊണ്ടോ തുകൽ കൊണ്ടോ അല്ല നിർമ്മിക്കപ്പെട്ടെന്ന് പറഞ്ഞിരുന്നു. മൺപാത്രം എന്ന ഉത്തരം തെറ്റാണ്. ടീം എക്ക് പിന്നെയും 5 പോയിന്റ് നഷ്ടമാകുകയാണ്. ഉത്തരം പറയുന്നു മരപ്പാത്രം എന്നാണ് ഉത്തരം, ശരിയായ ഉത്തരം. വെള്ളം വ്യക്തമായപ്പോൾ മരപാത്രത്തിലും കൽപാത്രത്തിലുമുള്ള
വെള്ളം രക്തമായെന്നുള്ളത് വായിക്കുന്നു. മണ്ണ് കൊണ്ടോ ലോഹം കൊണ്ടോ തുകൽ കൊണ്ടോ അല്ലേ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ആ ചോദ്യം ഇവിടെ അവസാനിക്കുകയാണ്. ഉത്തരം മരപ്പാത്രം എന്നതാണ്. അടുത്ത ഒരു ചോദ്യത്തോടു കൂടി ഈ പസിൽ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ശ്രദ്ധിക്കുക, ഞാൻ ജീവനില്ലാത്ത ഒരു വസ്തുവാണ്, ഒരു വസ്തുവിനെ പറ്റിയാണ്. എന്റെ പേരിന് 2 അക്ഷരമുണ്ട്. ഒരിക്കൽ ജീവനുള്ള വസ്തുവായി ഞാൻ മാറി, എന്നാൽ പിന്നീട് പൂർവ്വസ്ഥിതിയായി മാറിയതായി എങ്ങും രേഖപ്പെടുത്തിയിട്ടുമില്ല. ഞാൻ ജീവനില്ലാത്ത വസ്തുവാണ്, പേരിന് 2 അക്ഷരമുണ്ട്, ഒരിക്കൽ ജീവനുള്ള വസ്തുവായി മാറി, എന്നാൽ പൂർവ്വസ്ഥിതിയായി മാറിയതായി പിന്നീട് എങ്ങും രേഖപ്പെടുത്തിയിട്ടുമില്ല. പേരിന് 2 അക്ഷരമുള്ള ജീവനുള്ള വസ്തുവായി മാറിയ ജീവനില്ലാത്ത ഒരു വസ്തു, വേറെ എങ്ങും അത് പിന്നീട് പൂർവ്വസ്ഥിതിയായി ജീവനില്ലാത്തതായി മാറിയതായി രേഖപ്പെടുത്തിയിട്ടുമില്ല. ഒന്നാമത്തെ ക്ലൂവിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്ന് ചിന്തയോടുകൂടി രണ്ടാമത്തെ ക്ലൂവിലേക്ക് കിടക്കുന്നു. റോമാലേഖനം ഒഴികെയുള്ള പാഠ്യഭാഗത്ത് ഈ വസ്തു കാണുവാൻ കഴിയും. ന്യായവിധിയുമായി ബന്ധപ്പെടുത്തിയും പുതിയ നിയമത്തിലും എന്നെ കാണുവാൻ കഴിയും. റോമാലേഖനം ഒഴികെയുള്ള ഈ 4 പാഠ്യഭാഗത്ത്, ഉൽപ്പത്തിയിലും പുറപ്പാടിലും അപ്പോസ്തല പ്രവൃത്തിയിലും എന്നെ കാണുവാൻ കഴിയും. റോമാലേഖനത്തിൽ എന്റെ പേര് പറയുന്നില്ല. ന്യായവിധിയുമായി ബന്ധപ്പെടുത്തി പുതിയ നിയമത്തിൽ ഈ പുസ്തകങ്ങൾ ഒഴികെ മറ്റ് പല ഭാഗത്തും എന്നെ കാണുവാൻ കഴിയും. ഒന്നാമത്തെ ക്ലൂ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ക്ലൂ ഒന്ന് പറയാം. ഞാൻ ജീവനില്ലാത്ത വസ്തുവാണ്, എന്ന പേരിന് 2 അക്ഷരമുണ്ട്, ഒരിക്കൽ ജീവനുള്ള വസ്തുവായി ഞാൻ മാറി, എന്നാൽ പിന്നീട് പൂർവ്വസ്ഥിതിയായി മാറിയതായി വേറെ എങ്ങും രേഖപ്പെടുത്തിയിട്ടുമില്ല. റോമാലേഖനം രേഖപ്പെടുത്തിയിട്ടില്ല. ഇല്ല, ഈ വസ്തു പൂർവ്വസ്ഥിതിയായി മാറിയതായി. പൂർവ്വസ്ഥിതിയിലോട്ട് മാറിയുള്ളത്. ടീം ഡി പറഞ്ഞ ഉത്തരം, രണ്ടാമത്തെ ക്ലൂവിന് പറഞ്ഞ ഉത്തരം തെറ്റിയിരിക്കുന്നു. വടി എന്ന ഉത്തരം തെറ്റാണ്. അത് പിന്നീട് ഒരിക്കലും അവിടെ മോശയുടെ വടി പഴയ സ്ഥിതിയായി മാറിയതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉത്തരം പിന്നെ അത് പൂർവ്വസ്ഥിതി വന്നില്ലെന്നല്ലേ പറഞ്ഞു, വന്നിട്ട് പിന്നെ ജീവനില്ലെന്നല്ലേ പറഞ്ഞേ? അതെ, പൂർവ്വസ്ഥിതി വന്നില്ലെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ ജീവനില്ലാത്തത്, ഒരു പ്രാവശ്യം അത് ജീവനുണ്ടായി, പിന്നെ അത് പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു, പിന്നെ ജീവനുള്ളതായിട്ട് കാണുന്നില്ല. പൂർവ്വസ്ഥിതിയായി മാറിയതായി വേറെങ്ങില്ല. മോശയുടെ വടി കൈ താഴെയിട്ടപ്പോ പാമ്പായി, സർപ്പമായി, അത് പിന്നെയും എന്തായി? പിടിച്ച് വടിയായി തീർന്നു. പിന്നെ അത് ജീവനില്ലാത്തത് തന്നെ ആയി തീർന്നില്ലേ? പൂർവ്വസ്ഥിതിയിലേക്ക് വന്നില്ലെന്നാ പറഞ്ഞത്. മാറിയതായി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്നാ പറഞ്ഞത്. ടീം ഡിക്ക് ഇവിടെ രണ്ടാമത്തെ ക്ലൂവിൽ ഉത്തരം പറഞ്ഞ് ആൻസർ തെറ്റിയിരിക്കുന്നു. പിന്നെയും 10 പോയിന്റ് അവിടെ നഷ്ടമാകുന്നു, -10. മൂന്നാമത്തെ ക്ലൂ, ദുഃഖം വരുമ്പോൾ എന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രയോഗം അല്ലെങ്കിൽ പ്രവൃത്തി ബൈബിളിൽ പല ഭാഗത്തും കാണുവാൻ കഴിയും. ദുഃഖം വരുമ്പോൾ എന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തി, ഒരു പ്രയോഗം പല സ്ഥലങ്ങളിലും കാണുവാൻ കഴിയും. ബൈബിളിൽ പല ഭാഗത്തും, ഈ നമ്മുടെ പാഠ്യഭാഗത്ത് ഒഴികെ മറ്റു ഭാഗത്തും കാണുവാൻ കഴിയുന്നുണ്ട്. ദുഃഖം വരുമ്പോഴാണ്, യുദ്ധം വരുമ്പോഴാണ് മാസ്റ്റർ? ദുഃഖം, വിഷമം, ദുഃഖം, മനപ്രയാസം, മനപീഡ ഒക്കെ വരുമ്പോഴാണ്. മൂന്നാമത്തെ ക്ലൂവിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നു. നാലാമത്തെ ക്ലൂവിലേക്ക് കടക്കുന്നു. മോശയുടെയും അഹരോന്റെയും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട 10 ബാധകളിൽ ഒന്നിൽ പറയുന്ന ഈ സംഭവത്തിലെ വസ്തു ആണ് ഞാൻ. മോശയുടെയും അഹരോന്റെയും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട 10 ബാധകളിൽ ഒന്നിൽ പറയുന്ന സംഭവത്തിലെ വസ്തുവാണ് ഞാൻ. ടീം എ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? കല്ല്. കല്ല് എന്ന ഉത്തരം തെറ്റാണ്. ടീം എക്ക് 5 പോയിന്റ് പിന്നെയും നഷ്ടമാകുകയാണ്.
ഉത്തരം ഞാൻ പറയുന്നു. ഉത്തരം പൊടി. പൊടി പൊടി എന്തായി മാറി? പൊടി പുണ്ണായിട്ട് മാറി. പൊടി പേനായി മാറി. ധൂളി. ഓക്കെ, ഈ റൗണ്ടിൽ ക്ലൂ ആയിട്ട് സംബന്ധിച്ച് ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഈ റൗണ്ടിൽ ലഭിച്ച പോയിന്റ് നിലവാരം പ്രത്യേകം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ടീം എക്ക് 20 പോയിന്റ് നഷ്ടമായിരിക്കുകയാണ്. ടീം ബി പോയിന്റ് ഒന്നും സ്കോർ ചെയ്തില്ല. ടീം സിക്ക് 10 പോയിന്റ് ലഭിച്ചു. ടീം ഡി 20 പോയിന്റ് നഷ്ടമാക്കിയും 10 പോയിന്റ് നേടുകയും ചെയ്തപ്പോൾ ബാലൻസ് -10 മാത്രമായി ഈ പോയിന്റിൽ സ്കോർ ചുരുങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം മടങ്ങി വരാം. ഡാർവിൻ. ഓക്കെ, ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പും ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പും ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഓക്കെ, നമ്മൾ മത്സരത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇതുവരെയും വളരെ ആകാംക്ഷയോടെ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തിൽ പങ്കെടുത്ത പലരും അവരുടെ അല്പമായ അശ്രദ്ധ നിമിത്തം അവര് സ്കോറുകൾ നഷ്ടമാക്കിയിട്ടുണ്ട്. എന്നാൽ ഉത്തരം പറയാതിരുന്നത് കൊണ്ട് ചിലര് അവരുടെ പോയിന്റുകൾ അവരെ സംരക്ഷിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തുടർന്ന് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ഉത്തരം പറയണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ സകല നഷ്ടങ്ങളും നികത്തുവാനുള്ള ഒരു റൗണ്ടാണ് ഈ അവസാനത്തെ റൗണ്ട്. ഈ റൗണ്ട് വളരെ ആത്മാർത്ഥമായി നിങ്ങൾ പങ്കെടുത്ത് വളരെ ശ്രദ്ധയോട് ഉത്തരം പറഞ്ഞ് നിങ്ങൾക്ക് നഷ്ടമായതൊക്കെ കവർ ചെയ്ത് വിജയത്തിലേക്ക് വിജയം കൈയെടുക്കുവാൻ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് ആർക്കാണ് മുന്നിൽ വരാൻ കഴിയുന്നത് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ പോയിന്റ് നില സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ പോയിന്റ് നില ഞാൻ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഫൈനൽ നിലയോട് അറിഞ്ഞിട്ട് ശേഷം മാത്രമേ, കാരണം അടുത്ത അവസാനത്തെ റൗണ്ടിലാണ് സകലവിധമായ നിലവാരവും മാറി വരികയാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് വളരെ ആകാംക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ, വളരെ കരുതലോടെ മുന്നേറുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ റൗണ്ടിന്റെ പ്രത്യേകത ഞാൻ ആദ്യമേ സൂചിപ്പിക്കുക, ലിവിങ് ഓൺ ദി എഡ്ജ് എന്ന പേരിലാണ് ഈ റൗണ്ട് ക്രമീകരിച്ചിരിക്കുന്നത്.
ഇവിടെ 4 വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 4 വിഷയങ്ങളെ സംബന്ധിച്ച ചോദ്യങ്ങൾ ലഭിക്കുന്നത്. ഈ ചോദ്യം തിരഞ്ഞെടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ അവസരം, ഞാനായിട്ട് വിഷയങ്ങൾ തരത്തില്ല, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോട്ടിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഓരോ വിഷയങ്ങളും ലഭിക്കുന്നത്. അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതില് ഒന്നാമത്തെ വിഷയം ജോലി, ശുശ്രൂഷ, തൊഴിൽ എന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ ചോദ്യങ്ങൾ തയ്യാറാക്കിയത്. ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ഉണ്ടാകും. അടുത്ത വിഷയം ടൈറ്റില് പേര് അല്ലെ വ്യക്തി, 3 സ്ഥലം, 4 വസ്തു. ഈ 4 വിഷയത്തെ പറ്റി അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 10 പോയിന്റ്. ഉത്തരം തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് മാർക്കൊന്നും ലഭിക്കുകയില്ല. അതോടുകൂടി നിങ്ങൾ ഈ മത്സരത്തിൽ നിന്ന് ഔട്ടാവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിന് നിങ്ങൾ ശരി ഉത്തരം നൽകുകയാണെന്നുണ്ടെങ്കിൽ പിൻവാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം മാർക്ക് കഴിഞ്ഞ റൗണ്ടിൽ ലഭിച്ച അതേ പോയിന്റ് ലഭിക്കും. രണ്ടാമത്തെ ചോദ്യത്തിന് നിങ്ങൾ ശരി ഉത്തരം നൽകുകയാണെങ്കിൽ 20 പോയിന്റ് ലഭിക്കും. നിങ്ങൾ ചോദ്യം കേട്ട ശേഷം ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ റൗണ്ടിൽ ലഭിച്ച മാർക്കിന്റെ, അതായത് ഈ റൗണ്ടിൽ ലഭിക്കുന്ന ഒന്നാമത്തെ ചോദ്യത്തിന് ലഭിക്കുന്ന മാർക്കിന്റെ നേർപകുതിയായിരിക്കും ലഭിക്കുന്നത്. തെറ്റിപ്പോയാൽ നിങ്ങളുടെ മത്സരം അവിടെ അവസാനിക്കുകയും നിങ്ങൾ അവിടെ പുറത്താകുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ച ശേഷം ഉത്തരം ശരി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യത്തിന് ഇരട്ടി മാർക്ക് ലഭിക്കും, അതായത് 40 മാർക്ക് ലഭിക്കും. ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ റൗണ്ടിൽ രണ്ടാമത്തെ റൗണ്ടിൽ ലഭിച്ച 20 മാർക്കിന്റെ പകുതി 10 മാർക്ക് മാത്രമായിരിക്കും ലഭിക്കുന്ന, നിങ്ങളുടെ മത്സരത്തെ പുറത്താകുകയും ചെയ്യും. അങ്ങനെ ഓരോ റൗണ്ടും ഓരോ ചോദ്യം കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ ഉത്തരത്തിന് ബുദ്ധിമുട്ട് കൂടാം. ഉത്തരം ഏറ്റവും ആദ്യം ചോദിക്കുന്ന ചോദ്യം വളരെ സോഫ്റ്റ് ആയിരിക്കും. ഓരോ ചോദ്യങ്ങൾ കൂടുന്തോറും ഉത്തരത്തിന്റെ കാഠിന്യം അല്പമായി കൂടിയെന്നിരിക്കും. ഓക്കെ, എല്ലാവരും ക്ലിയർ ആയല്ലോ? ഓക്കെ, 4 കണ്ടസ്റ്റന്റും ഓക്കെ ആണല്ലോ? ഓക്കെ, നിങ്ങൾക്കുള്ള ഓരോ നിറങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടീം എക്ക് ഏത് നിറം വേണമെന്ന് പറഞ്ഞാലും. റെഡ്. ടീം എ റെഡ്, ടീം ബി ബിക്ക് ഏത് കളർ വേണം? ഏതാണ്? ഗ്രീൻ ഓർ ഗ്രീൻ. ഗ്രീൻ. ടീം സി ബ്ലാക്ക്. ബ്ലാക്ക്. ടീം ഡി ബാക്കി ശേഷിക്കുന്ന യെല്ലോ കളറാണ് ടീം ഡിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കളറിൽ അടങ്ങിയിരിക്കുന്ന ചോദ്യം എന്താണ്, ടോപ്പിക് എന്താണെന്ന് നമുക്ക് നോക്കാം. റെഡ് സെലക്ട് ചെയ്ത എയ്ക്ക് ലഭിക്കുന്നു ജോലി. ഗ്രീൻ സെലക്ട് ചെയ്ത ബിക്ക് ലഭിക്കുന്നു സ്ഥലം. ബ്ലാക്ക് സെലക്ട് ചെയ്ത സിക്ക് ലഭിക്കുന്നു വസ്തു. യെല്ലോ സെലക്ട് ചെയ്ത ഡിക്ക് ലഭിക്കുന്നു പേര് അല്ലെങ്കിൽ വ്യക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആദ്യത്തെ ചോദ്യം എയോടാണ്. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ റൗണ്ടിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. അത് വളരെ ശ്രദ്ധയോടുകൂടി ചോദ്യങ്ങൾ ശ്രദ്ധിക്കാൻ കർത്താവിൽ ഓർപ്പിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ആദ്യം ചോദിക്കുന്നത്. 10 മാർക്കാണ് ഈ ഉത്തരം ശരിയാക്കി ലഭിക്കുന്നത്. കിന്നരവും വേണുവും പ്രയോഗിക്കുന്നവർക്ക് പിതാവ് ആര്? ടീം എ ആണ് ഉത്തരം പറയേണ്ടത്.
കിന്നരവും വേണുവും പ്രയോഗിക്കുന്നത് പിതാവാര്? ശ്രദ്ധിച്ചുത്തരം പറയണം. ഉത്തരം പറഞ്ഞു, പക്ഷെ അത് നിമ്രോദ് എന്ന ഉത്തരം തെറ്റാണ്. ടീം എയുടെ ഈ മത്സരത്തിന്റെ അവസരം ഇവിടെ മുമ്പോട്ടുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. ടീം എക്ക് ഈ റൗണ്ടിൽ പോയിന്റ് ഒന്നും ലഭിക്കുന്നില്ല. അടുത്തത് ടീം ബിയോടുള്ള ചോദ്യമാണ്. ടീം ബി ശ്രദ്ധിച്ചു കേൾക്കുക. സ്ഥലം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ടീം ബിയോടുള്ള ചോദ്യങ്ങൾ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം തബീതയുടെ മരണം അപ്പോസ്തലപ്രവൃത്തി കാണുന്നുണ്ട് അല്ലെ? തബീത ഉയർപ്പിച്ചതാരാ? അതാ പൗലോസോ? പത്രോസാണോ പൗലോസാണോ? ആരോ ഒരാൾ അല്ലേ? ഇതിലാരോ ഒരാള്. ഓക്കെ, ചോദ്യം വന്നല്ല. തബീതയുടെ ശവം കിടത്തിയത് എവിടെ? മാളിക മുറിയിൽ എന്ന ഉത്തരം ശരിയാണ്. ടീം ബിക്ക് ആദ്യത്തെ ചോദ്യത്തിന് ലഭിക്കുന്നു 10 പോയിന്റ്. ടീം ബിയോടുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഫറവോനു വേണ്ടി ഇസ്രായേൽ മക്കൾ പണിത സംഭാര നഗരങ്ങളിൽ 2 അക്ഷരമുള്ള നഗരമേത്? പീഥോം എന്ന ഉത്തരം ശരിയാണെന്ന് ഉറപ്പാണോ? ചോദിച്ച സംഭാര നഗരം എന്നുള്ള ചോദിച്ചത്. പീഥോം എന്ന സംഭാര നഗരമാണോ? അതെ. ഏത് പുസ്തകത്തിൽ ഏത് അധ്യായത്തിലാണ് പറയുന്നത് അറിയാമോ? പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നു. ഫറവോന് വേണ്ടി പണിത സംഭാര നഗരം 2 അക്ഷരമുള്ള നഗരം പീഥോം എന്ന ഉത്തരം ശരിയാണ്. ടീം ബിക്ക് ലഭിക്കുന്നു 20 പോയിന്റ്. മൂന്നാമത്തെ ചോദ്യം സാറയുടെ ദാസിയായ ബിയോട് തന്നെയാണ്. സാറയുടെ ദാസിയായ ഹാഗർ ഓടിപ്പോയപ്പോൾ ഏത് സ്ഥലത്ത് വെച്ചാണ് ദൂതൻ അവളെ കണ്ടത്? സ്ഥലം, പർട്ടിക്കുലർ സ്ഥലം പറയണം. മാർക്ക് കൂടുന്നതനുസരിച്ച് ഉത്തരത്തിന്റെ ആക്യുറസിയും കൂടേണ്ടതായിട്ടുണ്ട്. 40 മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. 2-3 വാക്കുകളിൽ 40 മാർക്ക് നേടേണ്ടതുള്ളത് കൊണ്ട് വളരെ അക്യുറേറ്റ് ആയിട്ട് ആൻസർ പറയേണ്ടതാണ്. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. സാറയുടെ ദാസിയായ ഹാഗാർ ഓടിപ്പോയപ്പോൾ ഏത് സ്ഥലത്ത് വെച്ചാണ് ദൂതൻ അവളെ കണ്ടത്? ഓക്കെ, ഉത്തരം പറഞ്ഞത് മരുഭൂമി എന്ന ഉത്തരം പറഞ്ഞത് തെറ്റിയിരിക്കുന്നു. മരുഭൂമി എന്നതിനേക്കാൾ ശരിയായ ഉത്തരം സൂര്യനരികെയുള്ള നീരുറവ് എന്നാണ് ശരിയായ ഉത്തരം. ടീം
ഡിക്ക് ഇവിടെ തെറ്റുത്തരം നൽകിയത് കാരണം ഇവിടെ അവസരം നഷ്ടപ്പെടുകയാണ്. കഴിഞ്ഞ റൗണ്ടിൽ ലഭിച്ച 20 മാർക്കിന്റെ നേർപകുതി 10 മാർക്കായി മാർക്ക് ഇവിടെ ലഭിക്കുകയാണ്. ഈ മത്സരത്തിൽ നിന്ന് മുന്നോട്ട് തുടരാനുള്ള അവസരവും ഇവിടെ നഷ്ടപ്പെടുകയാണ്. അടുത്തത് ടീം സിയോടാണ് ചോദ്യം. ടീം സി വസ്തു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ചോദ്യം ചോദിക്കുന്നത്. ടീം സി ആണ് ഉത്തരം നൽകേണ്ടത്. ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, മിസ്രൈമിൽ പുണ്ണായി മാറാൻ മോശയും അഹരോനും ഉപയോഗിച്ച വസ്തു ഏത്? വടി. മിസ്രൈമിൽ പുണ്ണായി മാറാൻ മോശയും അഹരോനും ഉപയോഗിച്ച വസ്തു? വടി. വടി എന്ന ഉത്തരം തെറ്റാണ്. വെണ്ണീറാണ് ഉപയോഗിച്ചത്. അപ്പോൾ ടീം സി മുന്നോട്ട് തുടരാൻ കഴിയാതെ ഇവിടെ ടീം സിയുടെ മത്സരം അവസാനിക്കുകയാണ്. അടുത്തത് ടീം ഡിയോടാണ് ചോദ്യം. പേര്, വ്യക്തി എന്നതിനെ ആസ്പദമാക്കിയാണ് ഉള്ള ചോദ്യം ചോദിക്കുന്നത്. ടീം ഡി റെഡിയല്ലേ? കേൾക്കുന്നില്ല. റെഡിയാ. ഓക്കെ, ഗുഡ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർക്കണം എന്ന് പറഞ്ഞത് ആര്? നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞത് ആര്? ഉത്തരം പറയുന്നുണ്ടോ? ഹലോ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും മാസ്റ്റർ. ഇതറിയത്തില്ല. ഉത്തരം പറയുന്നില്ല, അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഉത്തരം തെറ്റിപ്പോയെന്നാണ്. അങ്ങനെയുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞ ക്വസ്റ്റ്യൻ. നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർക്കണം എന്ന് പറഞ്ഞ വ്യക്തി ആര്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ശുഭമായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണം. പഴയ നിയമത്തിലായിരുന്നോ പുതിയ നിയമം? റോമറിലാണോ അപ്പോസ്തലനാണോ? എനിക്ക് അത് പറയാൻ നിർവാഹമില്ല. ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർക്കണം എന്ന് പറഞ്ഞ വ്യക്തി ആര്? ഇവിടെ ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്ന ചിന്തയിൽ മത്സരം അവസാനിക്കുകയാണ്. ടീം ഡിക്ക് ഉത്തരം അതിന് പറയാൻ കഴിയുന്നില്ല. ഏറ്റവും വളരെ ശരിയായ ഉത്തരമാണ്. ഉത്തരം യോസഫ് എന്നാണ്. യോസഫ് എന്ന ഉത്തരം ഏറ്റവും സിമ്പിളായ ഉത്തരമാണ്. ടീം ഡിക്ക് അത് പറയാൻ കഴിഞ്ഞില്ല. മത്സരം ഇവിടെ അവസാനിച്ച് ടീം സി ഈ റൗണ്ടിൽ പോയിന്റ് ഒന്നും നേടാതെ പുറത്തായിരിക്കുകയാണ്. ഇവിടെ മത്സരം ഫൈനൽ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ റിസൾട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനു മുമ്പായി ചെറിയൊരു ഇടവേളയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഡാർവിൻ, ഷാൻചാൻ, ഡാർവിൻ ഉടനെ തിരിച്ചു വരും. ഷാൻചാൻ ഒന്ന് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് വോട്ടർ താങ്ക്സ് പറയാം. അതെ, വളരെ നല്ല നിലയിലുള്ള ബൈബിൾ ക്വിസ് മത്സരം
അവസാനിച്ചിരിക്കുകയാണ്. ഫൈനൽ റിസൾട്ട് ഉടനെ പറയും. അതിനു മുമ്പായിട്ട് ഇപ്പോഴേ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് അഡ്മിൻ പാനലിനെ പ്രതികരിച്ചുകൊണ്ട് ബ്രദർ എഡിസൺ ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് രേഖപ്പെടുത്തി. കേൾക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ തുടരുകയാണ്. എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഈ മനോഹരമായ എൻറിച്ച്മെന്റ് ഓൺലൈൻ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്നവർ, ബഹുമാനനായ ക്വസ്റ്റ്യൻ മാസ്റ്റർ, ലൈവായി വീക്ഷിക്കുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. എന്റെ ദൗത്യം വേഗത്തിൽ ഞാൻ പൂർത്തിയാക്കുകയാണ്. ഈ മത്സരത്തിന്റെ വിജയത്തിനും ഇതിന്റെ പിന്നിൽ അണിനിരന്നവരും മത്സരിച്ചവരും ആയവരെല്ലാവർക്കും ഒറ്റ വാക്കിൽ വേഗത്തിൽ നന്ദി പറയുക എന്ന ദൗത്യമാണ് എനിക്കുള്ളത്. മനോഹരമായി ഇതിന് പിന്നിൽ ദൈവത്തിന്റെ ഒരു പ്രത്യേക സാന്നിധ്യം ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ ദൈവം സഹായിച്ചു. നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങൾ അവിടങ്ങളായിട്ടുണ്ടായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ലൈവ് ടെലികാസ്റ്റിംഗിലും ചെറിയ പോരായ്മകൾ ഉണ്ടായി. പോരായ്മകൾ സാങ്കേതികമായ പ്രശ്നങ്ങളാണ്. അത് നെറ്റ്വർക്കിന്റെ പ്രശ്നം ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ. ആ ഒരു പ്രശ്നങ്ങൾ സ്വാഭാവികമായും വന്നു. അതിൽ ഒരു ഖേദം രേഖപ്പെടുത്തുകയാണ്. എങ്കിലും ഭംഗിയായി ചെയ്യുവാൻ ദൈവം സഹായിച്ചതിന് കർത്താവിന് സകല മാനമഹത്വം ആദ്യമേ അർപ്പിക്കുകയാണ്. ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ മികച്ച ക്വസ്റ്റ്യൻ മാസ്റ്ററാണ്. ക്വിസ് മാസ്റ്ററായിട്ട് നമ്മളോടൊപ്പം വന്നിരിക്കുന്നത് പാസ്റ്റർ പ്ലസൻ PB അവറുകളാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് IPC സഭയുടെ ശുശ്രൂഷനായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട റോള് എന്ന് പറയുന്നത് ബൈബിൾ ക്വിസ് മാസ്റ്ററായി മാറുക എന്നുള്ളതാണ്. ആ ദൗത്യങ്ങൾ നിരവധി തവണ പല മേഖലകളിൽ പലയിടങ്ങളിൽ ആ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മികച്ച നിലവാരമാണ് തന്റെ ക്വസ്റ്റ്യനുകൾ കൊണ്ടുവന്നത്. ഈ 4 പുസ്തകങ്ങൾക്ക് വേണ്ടി ഏറെ കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. ക്രൈസ്തവ എഴുത്തുപുര ഡൽഹി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ പ്രധാന ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പാസ്റ്റർ പ്ലസൻ PB അവറുകൾ. ഈ മത്സരം മനോഹരമാക്കി തീർത്ത നല്ല ചോദ്യങ്ങളിലൂടെ, നല്ല റൗണ്ടുകളിലൂടെ, വളരെ കൃത്യതയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് വളരെ ഭംഗിയാക്കി തീർത്ത ബഹുമാന്യനായ ക്വസ്റ്റ്യൻ മാസ്റ്റർ, ക്വിസ് മാസ്റ്റർ പാസ്റ്റർ പ്ലസൻ PB അവർക്ക് ഹൃദയംഗമായ നന്ദി UCF കുടുംബാംഗങ്ങൾ അറിയിക്കുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 2, ഈ മത്സരത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട ഭാഗമായ രണ്ടാമത്തെ വിഭാഗം ഇതിന്റെ മത്സരാർത്ഥികളാണ്. ഏതാണ്ട് 50-ലേറെ പേർ മത്സരത്തിന് രജിസ്റ്റർ ചെയ്തു. അതിലെ 2 റൗണ്ടുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്നത്. ഫൈനൽ റൗണ്ടിൽ ഇപ്പോൾ 4 പേരെത്തി. അങ്ങനെ ഈ മത്സരത്തിൽ പങ്കാളികളായി തീർന്ന, മത്സരത്തിൽ രജിസ്റ്റർ ചെയ്ത, മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട മത്സരാർത്ഥികളോടും ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് അവർ ഈ മത്സരത്തിൽ പങ്കെടുത്തത്. എല്ലാവർക്കും പല സമയക്രമമാണ്. എങ്കിലും അത് പരിഗണിച്ച് ഇതിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ 4 മത്സരാർത്ഥികൾക്കും അതിന്റെ അന്തിമ റിസൾട്ട് വരാനായിട്ട് കാത്തിരിക്കുകയാണ്. വിജയ ഭാവുകങ്ങൾ നേരുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ബൈബിൾ ക്വിസ് മത്സരത്തിന്റെ പിന്നണിയിൽ പ്രാർത്ഥന എന്ന വലിയ ഒരു കാര്യമുണ്ട്. വളരെ ഭംഗിയായി ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. UCF എന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ തന്നെ എല്ലാ ശനിയാഴ്ച വൈകുന്നേരങ്ങളിലും സൂം മീറ്റിംഗ് ഉണ്ട്. സൂം കൂട്ടായ്മ, ആത്മീയ കൂട്ടായ്മ നടക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ എല്ലാ പ്രിയപ്പെട്ടവരും വ്യക്തിപരമായും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ബൈബിൾ ക്വിസിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് ബഹുമാനനായ കുഞ്ഞുവഞ്ചനാണ്. യോഹന്നാൻ അവറുകൾ. പ്രിയപ്പെട്ട കുഞ്ഞുവഞ്ചനോട് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. ഇതിന്റെ അപ്ഡേഷൻ കാര്യങ്ങളിൽ, മത്സരാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന കാര്യങ്ങളിൽ, ഇതിന്റെ A to Z കാര്യങ്ങളിൽ വളരെ ഏറ്റവും കൂടുതൽ അധ്വാനം ചെയ്ത ബഹുമാനനായ യോഹന്നാൻ അവറുകളോടുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ പദവി വഹിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അനുഗ്രഹീതനായ എഴുത്തുകാരൻ, രചയിതാവ്, പത്രപ്രവർത്തകൻ, വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം ബഹുമാനായ ഷാജൻ ജോൺ അവറുകളാണ്. ഈ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്, ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്നുണ്ട്. വളരെ ആദരണീയനായ വ്യക്തിത്വമാണ്. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വളരെ പ്രാധാന്യം വഹിക്കുന്ന, വിവിധ റോളുകൾ ഒരേ സമയത്ത് വഹിക്കുന്ന ഒരു സുവിശേഷൻ കൂടിയായ ബഹുമാനനായ ഷാജൻ ജോൺ അവറുകൾക്ക് അനേകമായ നന്ദി ഈ നിമിഷം രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാനായിട്ട്, ഇതിനെ ലൈവായി പുറലോകത്തെത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് എനിക്ക് അല്പം കൂടെ അടുത്ത ബന്ധമുള്ള
ക്രൈസ്തവ എഴുത്തുകളുടെ ജനറൽ സെക്രട്ടറി കൂടിയായിരിക്കുന്ന ബഹുമാനായ പാസ്റ്റർ ഡാർവിൻ എം വിൽസൺ ആണ്. അദ്ദേഹം ഒരു സുവിശേഷകൻ കൂടിയാണ്. ഔദ്യോഗികമായ ജോലി ചെയ്തിരുന്നു. അദ്ദേഹം ഇതിലുണ്ട്. അപ്പോൾ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു തിരക്ക് ഇപ്പോൾ ക്രൈസ്തവ എഴുത്തുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഈ കാണിച്ച ഈ സ്നേഹത്തിന്, ഈ തങ്ങളെ ആത്മാർത്ഥതയ്ക്ക് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് യൂസിഫുമായി ബന്ധപ്പെട്ട വിവിധ പ്രോഗ്രാമുകളിൽ അദ്ദേഹം ആക്റ്റീവാണ്. ഒന്നിലധികം പ്രോഗ്രാമുകളായി ഇനിയും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സാന്നിധ്യം നമുക്കുണ്ടാകും. ബഹുമാനായ ക്രൈസ്തവ എഴുത്തുകളുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ഡാർവിൻ എൻ വിൽസൺ അവർക്ക് ഹൃദയംഗമായ നന്ദി യൂസിഫ് രേഖപ്പെടുത്തുകയാണ്. ഈ മത്സരം ഫേസ്ബുക്കിലൂടെ വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. പലരും പലയിടങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വന്നുപോയി കാണുന്നവരുണ്ട്. അതിന് പിന്തുണ നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മത്സരം സംഘടിപ്പിക്കുന്നതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന അഡ്മിൻസ് ഉണ്ട്, ഒരു വലിയ അഡ്മിൻ പാനൽ ഇതിന് പിന്നിലുണ്ട്. ആ പ്രിയപ്പെട്ടവരെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് നന്ദി പറയുന്ന വ്യത്യസ്തമായ നിലകളിൽ ഈ മത്സരത്തിന്റെ, ഈ പ്രോഗ്രാമിന്റെ വിവിധ ഭാഗങ്ങൾ നിർവഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നന്ദി എഡിസൺ. വ്യത്യസ്തമായ താലന്തുകളുള്ള ഇടയ്ക്കാട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ നാടിന്റെ മനോഹാരിത. അതിൽ എഡിസൺ ബി ഇടയ്ക്കാടിന് വലിയ ഒരു പങ്കുണ്ട്. ഇത്തരം ഒരു പരിപാടിയുടെ ഏറ്റവും സജീവമായി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന, ഇതിന്റെ തയ്യാറെടുപ്പുകൾക്കെല്ലാം വേണ്ടി വളരെ ഉത്സാഹിക്കുന്ന പ്രിയപ്പെട്ട എഡിസൺ ക്രൈസ്തവ എഴുത്തുപുരയുടെ നല്ലൊരു പത്രപ്രവർത്തകൻ കൂടിയാണ്, നല്ല എഴുത്തുകാരനാണ്. ഇടയ്ക്കാട് നടക്കുന്ന എല്ലാ പരിപാടികളുടെയും പിന്നിലുള്ള ഇൻട്രോസും മറ്റ് എല്ലാ കാര്യങ്ങളും എഴുതുന്ന പ്രിയപ്പെട്ട എഡിസനും ഈ ഒരു പരിപാടി വിജയകരമാകുന്നതിൽ വലിയ കോൺട്രിബ്യൂഷൻ നടത്തി. എഡിസനോട് പ്രത്യേകം നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. റിസൾട്ട് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേൾക്കാം. നമ്മുടെ മനസ്സൊന്നുകൂടെ ഒന്ന് തണുക്കട്ടെ. നമ്മളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ പാടിയ പാട്ടുകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അവരുടെ പാട്ട് നമുക്ക് കേൾക്കാവുന്നതാണ്. ഡാർവിൻ, ഓവർ ടു ഡാർവിൻ.
നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഓവർ ടു ബ്ലസൻ പാസ്റ്റർ. റിസൾട്ട് ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് റിസൾട്ട് കേൾക്കുവാനായിട്ട്. ബ്ലസൻ പാസ്റ്റർ മറ്റുള്ള ചെയ്യും. വളരെ ആകാംക്ഷയോടെയാണ് എല്ലാവരും ആയിരിക്കുന്നത്. മത്സരാർത്ഥികളുടെയും സംഘാടകരുടെയും മുഖത്ത് എനിക്ക് ആകാംക്ഷ കാണാൻ കഴിയുന്നുണ്ട്. എന്തായി തീരും എന്നുള്ളൊരു പ്രതീക്ഷ എന്നെ പോലെ നിങ്ങൾക്കുമുണ്ട്, നിങ്ങളെപ്പോലെ മത്സരാർത്ഥികൾക്കുമുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും 4 പേരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. മത്സരമാകുമ്പോൾ ഒരു വിജയവും തോൽവിയും ഒക്കെ സ്വാഭാവികമാണ്, അത് മാനുഷികമാണ്. അത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. ആര് മുന്നേറുന്നു, ആര് പിന്നോട്ടാകുന്നു എന്നതിന് ഇവിടെ വലിയ പ്രസക്തിയില്ല. എങ്കിലും മത്സരത്തിന്റെ ഒരു ഫോർമുല നമ്മൾ സ്വീകരിച്ചത് കൊണ്ട് അത് അനൗൺസ് ചെയ്യുക എന്നുള്ള ദുഷ്കരമായ ജോലിയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അത് വ്യക്തിപരമായി ആരും എന്നോട് പിണങ്ങരുത്. ജീവിതത്തിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ മേഖല വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഈ വിദ്വേഷവും ഈ പിണക്കവും ഒന്നും കാണിക്കില്ല, വെച്ചു പുലർത്തില്ല എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ വളരെ ആത്മാർത്ഥമായി വായിച്ചു, പങ്കെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം യഥാർത്ഥമായ സമ്മാനം എന്ന് പറയുന്നത് വേദപുസ്തകം വായനയ്ക്കൂടെ നിങ്ങൾ മാറ്റിവെച്ച സമയങ്ങളെ കർത്താവ് കെട്ടാതെ നിങ്ങളെ ആദരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഈ പങ്കെടുത്ത 4 ടീമും വളരെ ആവേശകരമായാണ് പങ്കെടുത്തത്. കാരണം 4ഓളം ആൾക്കാരെ പിന്തള്ളിക്കൊണ്ട് 50ഓളം ആൾക്കാരെ പിന്തള്ളിക്കൊണ്ടാണ് 4 പേര് മുൻപോട്ട് കടന്നു വന്നത്. കറക്റ്റ് സമയം. അപ്പോൾ തന്നെ ശരിയായ ഉത്തരം പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ സെമി ഫൈനൽ കടന്ന് ഫൈനലിൽ വരെ എത്തുവാനായിരുന്നത്. ഇന്നും നിങ്ങൾക്ക് ചോദിച്ച ഒരാളോട് ചോദിച്ച ചോദ്യം മറ്റൊരാൾക്ക് അറിയാമായിരിക്കും, മറ്റൊരാളുടെ ചോദിച്ച ചോദ്യം നമ്മൾക്കറിയാമായിരിക്കും. എന്നാൽ ഈ മത്സരത്തിന്റെ ഒരു ഫോർമുല ഉള്ളത് കൊണ്ട്, ഫോർമാറ്റ് ഉള്ളത് കൊണ്ട് ആ നിലയിൽ മാത്രമേ മത്സരത്തെ മൂല്യനിർണ്ണയം ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോർമുലയ്ക്കനുസരിച്ച് നിങ്ങൾ പെർഫോം ചെയ്തതനുസരിച്ച് മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായി. അതിന്റെ എല്ലാം കൂടെ ആകത്തുകയാണ് ഈ റിസൾട്ട് പ്രതിഫലിച്ചിരിക്കുന്നത്. ഇവിടെ
എ വളരെ നന്നായി പങ്കെടുത്തു. എന്നാലും മുൻനിരയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ബെൻഡോസിംഗ് അദ്ദേഹത്തെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കാം. ബെൻഡോസിംഗ് ഇനിയും അനേക മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കുന്ന സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ഇടയ്ക്കാണ് ബൈബിൾ ക്വിസിന്റെ പേരിലുള്ള ആശംസ അറിയുകയാണ്. രണ്ടാമതായി 3-ാം സ്ഥാനത്തേക്ക് കടന്നു വന്ന വ്യക്തിയാണ് നിങ്ങൾ മുമ്പായി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. 3-ാം സ്ഥാനത്തേക്ക് കടന്നു വന്നത് ഉത്തരങ്ങൾ നന്നായി പറഞ്ഞു. അപ്പോൾ തന്നെ ഉത്തരങ്ങളിൽ ചില മൈനസ് മാർക്ക് മേടിച്ചതുകൊണ്ട് 3-ാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടത് ഡി ആണ്. അത് ജോളി വർഗീസ് എന്ന പേരിൽ സിസ്റ്ററെ എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. ഈ മത്സരത്തിൽ 3-ാം സ്ഥാനം നേടിക്കുന്നതെല്ലാം ചെയ്യുന്ന ഒരു കയ്യിൽ നൽകി സിസ്റ്റർ നമുക്ക് അനുമോദിക്കാം. ഓക്കെ, 2-ാം സ്ഥാനത്തേക്ക് 3-ാം സ്ഥാനം ലഭിച്ച വ്യക്തിയുടെ പോയിന്റ് 11 പോയിന്റ് ആണ്. 2-ാം സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ഈ ബി ആണ്. 35 പോയിന്റ് കരസ്ഥമാക്കിയാണ് ഈ ബി 2-ാം സ്ഥാനത്തേക്ക് കടന്നു വന്ന. ഇടയ്ക്ക് നെറ്റ്വർക്കിന് ഇഷ്യൂ കാരണം ചെറിയ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും 35 പോയിന്റ് നേടി 2-ാം സ്ഥാനത്തേക്ക് കടന്നു വന്ന് സോജി ബിൻസനെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. 2-ാം സ്ഥാനം ഇവിടെ കരസ്ഥമായിരിക്കുന്നത് സോജി ബിൻസൻ. അടുത്ത 41 പോയിന്റ് നേടി 1-ാം സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ബെറ്റി അലക്സ് ആണ്. 41 പോയിന്റ് നേടി 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. സിസ്റ്റർക്ക് എല്ലാവിധമായ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു, അനുമോദനങ്ങൾ അറിയിക്കുന്ന ധാരാളം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു ചെറിയൊരു മത്സരത്തിന്റെ ഒരു വിജയത്തിന്റെ നിലവാരം മാത്രമാണ് അറിയിച്ചത്. എന്നാൽ ഇനിയും അനേക മത്സരങ്ങൾ കടന്നു വരികയും അതെല്ലാം പങ്കെടുത്ത് ധാരാളം വിജയങ്ങൾ കൈക്കൊള്ളുവാൻ പ്രാപ്തരാക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ ഇടയ്ക്കാല ബൈബിൾ ക്വിസിനെ പറ്റി 1-2 കാര്യം ഞാൻ സൂചിപ്പിച്ച് ഞാൻ വാക്ക് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ ബൈബിൾ ക്വിസ് നടത്തുമ്പോൾ ബൈബിൾ ക്വിസ് ഓപ്പണായി വെക്കാറുണ്ട്. ആർക്കും എവിടെ നിന്ന് പങ്കെടുക്കാൻ കഴിയും. അതിന് സാധാരണ സംഭവിക്കുന്ന ഒരു പോരായ്മ എന്ന് പറയുന്ന സ്ഥിരമായി ബൈബിൾ ക്വിസിൽ സമ്മാനം നേടുന്നവരാണ് അങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഒന്നാമതായി കടന്നു വരികയും സമ്മാനം വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത്. എന്നാൽ ഇവിടെ തദ്ദേശീയരായ ആൾക്കാർക്ക് വേണ്ടി മാത്രം ആ ഇടയ്ക്കാടിനെ സ്നേഹിച്ചുകൊണ്ട്, ഇടയ്ക്കാടുള്ള ദൈവമക്കളെ സ്നേഹിച്ചുകൊണ്ട്, ഇടയ്ക്കാട് എന്ന പ്രദേശത്തെ സ്നേഹിച്ചുകൊണ്ട്, അവിടെ ആൾക്കാരെ സ്നേഹിച്ചു അവർക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് ഈ പ്രോഗ്രാം ചെയ്ത UCFന്റെ എല്ലാ ഭാരവാഹികൾക്കും എന്റെ പ്രത്യേക അഭിനന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂട്ടായ്മ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന ദൈവത്തിൽ ആശിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ അനേകമായ കാര്യങ്ങൾ കർത്താവ് ചെയ്യുവാൻ ആ പ്രദേശത്തിന് വേണ്ടി ദൈവം കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം നൽകി തന്ന എന്റെ ഭാരവാഹികൾ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളിപ്പോൾ ഡൽഹി സ്റ്റേറ്റുള്ള ബന്ധത്തിൽ ഡൽഹി UP ബോർഡറിൽ APC ഗിരിമാകാണ്ട് സഭയുടെ സബ്സ്ക്രൈബ് ആയിരിക്കുന്നു. ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. എന്റെ ഭാര്യയാണ് സ്കോറിങ്ങിന് വേണ്ടി എന്നെ സഹായിച്ചത്, എന്നോടൊപ്പം ഉണ്ട്. ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുക നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷം, വളരെ ഹൃദയം നിറഞ്ഞ നന്ദി പാസ്റ്റർ ബ്ലസൻ പാസ്റ്റർ. മാസങ്ങൾ നീണ്ടുനിന്ന ഈ പ്രക്രിയയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് വളരെ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ട പാസ്റ്ററോടെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. മത്സരത്തിൽ ജേതാക്കളായിട്ടുള്ളവർക്കും മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളവർക്കും എല്ലാവർക്കും ഇടയ്ക്കാട് ഗ്രാമത്തിലെ എല്ലാ ദൈവമക്കളുടെയും പേരിലുള്ള അഭിനന്ദനം അറിയിക്കുന്നു. മത്സരത്തിൽ വിജയവും പരാജയവും വരും പോകും, അത് ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും. എങ്കിലും നേരത്തെ പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇവിടെ ചില മാസങ്ങളായി ശ്രമിച്ചു വരുന്നത് നമ്മുടെ നാട്ടിലുള്ള നമ്മൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കാൻ കഴിയുക, നമ്മുടെ പരമാവധി സമയം ദൈവനാമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുക. അതിനുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളിൽ ഒന്നായിരുന്നു നമ്മുടെ ബൈബിൾ ക്വിസ് മത്സരം. വേദപുസ്തകം ക്രമമായി വായിക്കുന്നതിന് ഈ മത്സര പരിപാടി കുറേയേറെ പേരെ സഹായിച്ചു. അത് വളരെ ധന്യമായിട്ടുള്ളൊരു കാര്യമാണ്. 54ഓളം പേര് ക്രമമായി വളരെ ഗൗരവമായിട്ട് വേദപുസ്തക വായനയിലേക്ക് കടക്കുന്നതിന് ഈ മത്സരം എന്ന പരിപാടികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുവാനാണ് UCF ശ്രമിച്ചത്. ഓരോ വ്യത്യസ്തമായ പരിപാടികളിലൂടെയും ഇടയ്ക്കാടുള്ള എല്ലാ ദൈവമക്കളുടെയും മനസ്സിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ രൂഢമൂലമാക്കുന്നതിന് ഈ കോവിഡ് അനന്തര സമയത്ത് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയിരിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാത്രിയിൽ ഇടയ്ക്കാട് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ആരാധിക്കുന്നു. എല്ലാ മാസത്തിന്റെയും അവസാന ശനിയാഴ്ച രാത്രിയിൽ ഇടയ്ക്കാട്ട് യുവജനങ്ങൾ സംയുക്ത യൂത്ത് മീറ്റിംഗ് നടത്തുന്നു. വ്യത്യസ്തമായ മറ്റ് പരിപാടികൾ നടത്തുന്നു. ഡിസംബറിലെ
കൺവെൻഷൻ നടത്താൻ പോകുന്നു. അത്തരത്തിലെ ഇടയ്ക്കാട് ഗ്രാമത്തിലുള്ള എല്ലാ ദൈവമക്കളും ദൈവോന്മുഖമായി ജീവിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയും പരിപാടികളിൽ എല്ലാവരുടെയും സാന്നിധ്യവും ശ്രമവും പ്രതീക്ഷിക്കാം. മത്സരത്തിൽ പങ്കെടുത്ത ഈ ഫൈനൽ റൗണ്ടിലെത്തിയ 4 പേരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. വിജയിച്ചവരെ ഒരിക്കൽ കൂടി പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്ന് പാട്ടുപാടി ഈ ധന്യമാക്കി തീർത്ത പ്രിയപ്പെട്ട കെവിൻ, സാറ, ബ്ലസൻ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നിങ്ങൾ 3 പേരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ മീറ്റിംഗ്, ഈ ബൈബിൾ ക്വിസ് മത്സര പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളോടൊപ്പം പാസ്റ്റർ റജി ശാമുവൽ മസ്കറ്റിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കാടുകാരൻ മസ്കറ്റിൽ സോർ എന്ന സ്ഥലത്ത് ദൈവവേലയിലായിരിക്കുന്ന പാസ്റ്റർ റജി ശാമുവൽ ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മളുടെ ഈ മീറ്റിംഗ്, ഈ മത്സര പരിപാടി അവസാനിപ്പിക്കും. പാസ്റ്റർ റജി ശാമുവൽ. യേശുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ചില മാസങ്ങളായി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്ന, വചനം വായിച്ചുകൊണ്ടിരുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 54 പേരോളം ആയി തുടങ്ങിയ നമ്മുടെ ഈ ബൈബിൾ ക്വിസ് അവസാനം എത്തിയപ്പോൾ ഫൈനൽ റൗണ്ടിൽ 4 പേര് വന്ന പ്രിയ ജോൺ, സിസ്റ്റർ ജോളി, സിസ്റ്റർ ബെറ്റി, സിസ്റ്റർ സോജിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനകത്ത് വിജയോ തോൽവിയോ പരാജയമല്ല, നിങ്ങൾ 4 പേരും വിജയിച്ചിരിക്കുകയാണ്. നിങ്ങൾ 4 പേർക്കും ഫസ്റ്റ് പ്രൈസ് ആണ് എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കട്ടെ. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയ ഷാൻജാന്, കുഞ്ഞുമോന്, എഡിസന്, കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ബ്ലസൻ, ഇവരൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചെറിയ ഷാൻജാൻ പറഞ്ഞതുപോലെ ഈ ഇടയ്ക്കാടെന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഇപ്പോൾ ലോകമെമ്പാടും നമ്മുടെ ഇടയ്ക്കാടിനെ പറ്റി അറിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്നെയും വിളിച്ച് 1-2 ചോദിച്ചു, നീ ഇടയ്ക്കാട് റജി ശാമുവൽ ഇടയ്ക്കാടെന്നാണ് ഞാനും എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത്. എന്നോടും ചോദിച്ചു, ഇടയ്ക്കാട് ആണല്ലോ, നിങ്ങളുടെയാണോ ഈ മീറ്റിംഗ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ചെറിയ ഇടയ്ക്കാട് ഗ്രാമം ഇപ്പോൾ ലോകമെമ്പാടും. എന്നോട് അയർലൻഡിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്, KP ബിജുമോൻ എന്ന് പറഞ്ഞ ഫ്രണ്ടാണ് എന്നെ വിളിച്ച് ചോദിച്ചത്. എനിക്ക് ഒത്തിരി സന്തോഷമായത് കേട്ടപ്പം. അങ്ങനെ നമ്മുടെ ഈ കോവിഡ് ടൈമിൽ നമുക്ക് ഇങ്ങനെ ഈ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് നമുക്ക് ഈ UCFFന്റെ ഒരു മീറ്റിംഗ് നടത്തുവാൻ ദൈവം സഹായിച്ചതിനാ ദൈവത്തെ സ്തുതിക്കുന്നതിന് പിന്നിൽ രാത്രിയുടെ യാമങ്ങളില്ലാതെ പകൽ നേരമില്ലാതെ എല്ലാവരും പ്രവർത്തിച്ച വാത്സല്യ സഹോദരങ്ങളെ ഓർ ദൈവത്തെ സ്തുതിക്കും. ഇതിലും ഉപരിയായി സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവസേനയെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ ആശംസകൾ വീണ്ടും നേരുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടക്കാൻ നമുക്ക് ഒരു നിമിഷം നമുക്ക് ദൈവസേനയെ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അവർ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ ചില മാസങ്ങളായി നമ്മൾ രാത്രിയുടെ യാമങ്ങളില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. എങ്കിലും സർവശക്തനായ ദൈവം അത്ഭുതകരമായ അനുഗ്രഹമായി ഒരു പ്രയാസങ്ങളും കൂടാതെ ഈ മീറ്റിംഗ്, അതുപോലെ തന്നെ ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമാക്കി സ്വർഗത്തിൽ ദൈവം തീർത്ത ദൈവത്തിന്റെ സ്നേഹത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല കർത്താവേ, ഞങ്ങൾ ചില മാസങ്ങളായി ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ കർത്താവേ ഹല്ലേലൂയ, അവസാന ഈ ദിവസം ഇന്ന് രാത്രിയുടെ യാമത്തിൽ ഇതിന്റെ ഫൈനൽ കർത്താവേ ഹല്ലേലൂയ കടന്നു വന്നു. അത് അനുഗ്രഹമാക്കി സ്വർഗത്തിൽ ദൈവം തീർത്തതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ഈ ഫൈനൽ റൗണ്ടിൽ പങ്കെടുത്ത പ്രിയ സഹോദരൻ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുഷ ജോളിക്ക് വേണ്ടി, അതുപോലെ സുഷ ബെറ്റിക്ക് വേണ്ടി, സൂചിക്ക് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥി. കുഞ്ഞുങ്ങളെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ നന്മകളാൽ അവരെ നിറയ്ക്കണമേ. വചനത്തിന്റെ ആഴങ്ങൾ ഇനിയും പഠിച്ച് കർത്താവ് ലോകമെമ്പാട് കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ സർവശക്തനായ ദൈവരെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. എന്റെ പിന്നിൽ പ്രവർത്തിച്ച കർത്താവ് ഷാൻജാന്, കുഞ്ഞുമോന്, എഡിസന്, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബ്ലസൻ, കർത്താവ് നല്ല പാട്ടുകൾ പാടുത്തുന്ന സഹോദരങ്ങള്, ഇവരൊക്കെ ഓർത്ത് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ UCFFലെ എല്ലാ മെമ്പേഴ്സിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനിയും ഇതുപോലെ നല്ല നല്ല പ്രോഗ്രാമുകൾ നടത്തി ലോകമെമ്പാടും കർത്താവിന്റെ വിശ്വസ്ത സാക്ഷികളായി നിൽക്കുവാൻ സർവ്വസ്വനാ ദൈവം സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനിയും ഞങ്ങൾ നടക്കേണ്ടതായിട്ടുള്ള മീറ്റിങ്ങുകളുണ്ട്, കൺവെൻഷൻ നടക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ദൈവസ്ഥൻ ഇപ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. എന്റെ കർത്താവ് ഇത്രത്തോളം നടത്തിയ ദൈവം, കർത്താവെ, അങ്ങയുടെ പ്രവൃത്തി ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ സ്വർഗമേ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നെറ്റിന് ഒരു പ്രയാസം കൂടാതെ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. നാഥ,
കർത്താവ് ഒരു പ്രാവശ്യം കൂടി സഹോദരങ്ങളെ 7 ദിവസം തരുന്നു. കർത്താവിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മ സഹവാസവും കാവലും മുഴുവപ്പോഴും നാം പ്രാർത്ഥിച്ചുള്ള വിഷയങ്ങളും മേലും ഇന്നത്തെ മീറ്റിംഗിന്റെ മേലും എല്ലാ സഹോദരങ്ങളും മേലും ഇന്നുമുള്ള നീക്കും യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേർക്കപ്പെട്ട കുഞ്ഞാടുകൾ കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May God bless you. സ്തോത്രം. ഞാൻ